रूप जय जय भागवत देवा जय जय भागवत पून्दान प्रिय हे कृष्ण नारद गीत गुणा प्रेमिक बाबुग मंडल पूजित पद सरोजयुग देव जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत जय जगदीश हरे कृष्ण जय जगदीश हरे जय गुरु मारुद मंदिरनाथ जय जगदीश हरे देवा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे राधा रमण मुकुंद मुरारे शरणं मे तव चरणयुगं देवी महेश्वरी पार्वती शंकरी पवनपुरेश राधा कृष्ण शरणं मे तव चरणयुगं शंभो शंकर सांब सदाशिव शरणं मे तव चरणयुगं शंकर बाला पोन्नय्यप्प शरणं मे तव चरणयुगं रामा राघव दशरथ नंदन शरणं मे तव चरणयुगं राधा कृष्ण मुकुंद मुरारे शरणं मे तव चरणयुगं सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद सर्वत्र गोविंद नाम संकीर्तനം ഇന്നലെയൊക്കെ ഇതിനേക്കാൾ ശബ്ദത്തിൽ വിളിച്ചിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടാണെന്ന് അറിയില്ല, ഉച്ചത്തിൽ വിളിച്ച് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരേ നാരായണ. രുക്മിണി സ്വയംവരം ഇവിടെ രുക്മിണി ശ്രീകൃഷ്ണ വിവാഹമായിട്ട് സമംഗളം അത്യധികം ആഘോഷത്തോടുകൂടി സമർപ്പിച്ചു. ഭഗവാന്റെ ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സന്ദർഭമാണ്. ആ അനുഗ്രഹം നമുക്ക് കിട്ടണമല്ലോ അല്ലേ, പ്രസാദത്തിലൂടെയാണ് കിട്ടുക. ഇവിടുന്നും പ്രസാദം കിട്ടുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുക. ഇതുപോലെ നാളെ സന്ധ്യക്ക് കൂടി ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റന്നാൾ 11 മണിക്ക് സമാപനമാണ്. നാളെ 6-ാം ദിവസമാണ്. ദ്വാരകാധീശന്റെ ലീലകൾ, രാജസൂയ യാഗം. നാളെയാണ് കുചേലോപാഖ്യാനം, കുചേല വൃത്തവും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കുചേല ദിനാണ്, നാളെയാണ് നമ്മുടെ കുചേല ദിനം. സപ്താഹത്തിലെ അവിൽക്കിഴി സമർപ്പിക്കാനൊക്കെ നാളെ അവസരം ഉണ്ടാവും. അവിൽ നിവേദ്യം സമർപ്പിക്കാം. അവിൽപ്പറ നടക്കണം എന്നുള്ളവർ മുൻകൂട്ടി ഷീട്ടാക്കി പറഞ്ഞാൽ മാത്രമേ അവസരം ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം 2:15 സന്താന ഗോപാലം വേദസ്തുതി കഴിഞ്ഞ് ഭാഗവത ധർമ്മത്തോടുകൂടി നമുക്ക് മംഗളാരതയോടുകൂടി സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവും. സപ്താഹം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയില്ലേ? 6 മണിക്ക് വിഷ്ണു സഹസ്രനാമത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുക. അത് കഴിഞ്ഞ് സമൂഹ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് ആ സമയത്ത് വരിക. കുറച്ച് പുഷ്പങ്ങൾ എന്തെങ്കിലും